ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോൺ സബ്സിഡി സ്കീമിൽ നോൺ DCR പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ 6 പാനലുകളാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വിക്രം സോളാറിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് 545 വാട്ട്സ് പാനലുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഭാവിയിലെ ഈ സിസ്റ്റം ഇവിടെ 5 കിലോവാട്ടായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ഒരു സ്ട്രിങ് കൂടെ ആഡ് ചെയ്യത്തക്ക രീതിയിൽ 5 കിലോവാട്ടിൻ്റെ 2 സ്ട്രിങ്ങുള്ള ലേറ്റസ്റ്റ് മോഡൽ ഓൺ ഗ്രിഡ് ഇൻവേർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്ററൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭാവിയിലേക്ക് പാനൽ കപ്പാസിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് 5 കിലോവാട്ടിലോട്ട് മാറുമ്പോൾ നമുക്ക് ആ സമയത്തും ഉപകരിക്കത്തക്ക രീതിയിലുള്ള ഒരു അറസ്റ്ററാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ദിവസേന 10 മുതൽ 15 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് 3.3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റംസ്. വീടുകളിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാവിയിലേക്ക് യൂട്ടിലിറ്റി സിസ്റ്റം, അതിപ്പോൾ KSEB അല്ല ഏത് സ്റ്റേറ്റ് ആണെങ്കിലും അവിടെയുള്ള യൂട്ടിലിറ്റി സിസ്റ്റംസ് കൊണ്ടുവരുന്ന പുതിയ റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസി ചേഞ്ചസ് നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഒരു ഹൈബ്രിഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫ് ഗ്രിഡായിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ 3 മുതൽ 5 വരെയുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് 3-4 ബാറ്ററിയൊക്കെ വെച്ച ശേഷം ഇത് ഈസി ആയിട്ട് ഓഫ് ഗ്രിഡായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഓഫ് ഗ്രിഡായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 ബാറ്ററികൾ വെച്ചുകൊണ്ട് ഒരു 5 kVA ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ സിസ്റ്റം വെച്ചുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അത്യാവശ്യം AC മോട്ടോർ ഉൾപ്പെടെ എല്ലാ ഡിവൈസുകളും വർക്ക് ചെയ്യത്തക്ക രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഓൺ ഗ്രിഡ് പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് ഉള്ളൊരു പേടി ഭാവിയിലേക്ക് KSEB അല്ലെങ്കിൽ യൂട്ടിലിറ്റി സിസ്റ്റംസ് ഗ്രോസ് മീറ്ററിംഗ് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ചെറിയ പ്ലാന്റുകൾക്ക് ഗ്രോസ് മീറ്ററിംഗ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നിലവിൽ 500 കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾക്കാണ് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള പ്ലാന്റുകൾക്കാണ് ഗ്രോസ് മീറ്ററിംഗ് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്ററോടുകൂടിയാണ് നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മൊത്തം 6 പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഫ് കട്ട് മോണോപ്പർക്ക് പാനലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാനൽ വാഷിങ്ങിനായിട്ടും സർവീസിനായിട്ടുള്ള ആക്സസ് നമ്മൾ ഈ രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്. അതായത് വാക്വേയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള റൂഫ് ടോപ്പുകൾ നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് സാധാരണഗതിയിൽ കൂടാറുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈറ്റ് ഡിഫറൻസുകൾ ഉണ്ടാകുമ്പോൾ ലേബർ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെ അതിനെ തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ലാൻഡിങ് സ്പേസിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ലാഡറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വാക്വേയിലേക്ക് പ്രവേശിക്കാനായിട്ട്. നിലവിൽ 3000 രൂപ മുതൽ 5000 രൂപ വരെ കറണ്ട് ബില്ലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ 3.3 കിലോവാട്ട് അല്ലെങ്കിൽ 3 കിലോവാട്ട് സിസ്റ്റംസ് ആപ്റ്റായിരിക്കും. എന്നാൽ ഭാവിയിൽ പിന്നീട് ഉപയോഗം കൂടാൻ സാധ്യതയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു EV ഒക്കെ വാങ്ങിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ 5 കിലോവാട്ട് ചെയ്യത്തക്ക രീതിയിൽ 5 കിലോവാട്ടിൻ്റെ ഇൻവേർട്ടർ വെച്ച് രജിസ്ട്രേഷനും 5 കിലോവാട്ട് തന്നെ എടുക്കുക. അതിനുശേഷം പാനൽ പിന്നീട് ആഡ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഇത്തരത്തിലാണ് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഇൻവെർട്ടർ അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. AC/DB അതുപോലെ തന്നെ DC/DB സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ AC/DB നമ്മൾ ഭാവിയിലേക്ക് 5 കിലോവാട്ട് പാനൽ വരുമ്പോൾ അതിന് ഉതകുന്ന രീതിയിലാണ് AC/DB സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് UTL സോളാറിൻ്റെ 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ. നമ്മൾ പറഞ്ഞാൽ തന്നെ 5 കിലോവാട്ടിൻ്റെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സ്ട്രിങ്ങുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഒരു സ്ട്രിങ് നമ്മളിപ്പോൾ നിലവിൽ ഫ്രീ ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. കാരണം 3 കിലോവാട്ട് പാനൽ മാത്രമേ നമ്മളിവിടെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഭാവിയിലേക്ക് വീണ്ടും 4 പാനലിലൂടെ ഈ സ്ട്രിങ്ങിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. 2 സ്ട്രിങ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും മോഡൽ പാനലുകൾ കൊടുക്കുന്നതിനും ഇവിടെ ബുദ്ധിമുട്ടില്ല. കമ്മ്യൂണിക്കേഷൻ ഡോങ്കിളും കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ നമ്മൾ മുൻപ് പറഞ്ഞാൽ തന്നെ ആംബിയർ കപ്പാസിറ്റി കൂടുതലുള്ള ഇൻവെർട്ടറാണ്. ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം 20 ആംബിയറാണ് ഇതിൻ്റെ മാക്സിമം DC കറണ്ട്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 30 ആംബിയർ വരെ സപ്പോർട്ട് ചെയ്യും. എർത്തിങ്ങുകൾ, DC കേബിൾ ഇൻപുട്ട്, അതുപോലെ തന്നെ AC ഔട്ട് സൈഡിലേക്ക് പോകുന്നത് നമുക്ക് പൈപ്പിലൂടെ പോകുന്നത് കാണാം. 10 SWG കോപ്പർ കണ്ടക്ടറാണ് നമ്മൾ എർത്തിങ്ങിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഏരിയ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എർത്തിങ്ങുകൾ വളരെ അനായാസമായിട്ട് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിച്ചു. 4 ഫീറ്റ് എർത്ത് റോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോപ്പർ ബോണ്ടഡ് റോഡുകളാണ്. 10 SWG കോപ്പർ കണ്ടക്ടറാണ് നമ്മൾ എർത്തിങ്ങിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റെഫറൻസ് മീറ്ററാണ്. 40 ആംപിയർ കട്ടൗട്ട് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
എക്സിസ്റ്റിംഗ് മീറ്ററിലേക്ക് നെറ്റ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ പ്ലാന്റ് കമ്മീഷൻ ആവുന്നതാണ്. നോൺ സബ്സിഡി സ്കീമിൽ ഏറ്റവും ലേറ്റസ്റ്റ് പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രീമിയം രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1,60,000 രൂപ മുതൽ 1,90,000 രൂപ വരെ ഉള്ള കോസ്റ്റിൽ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ റൂഫിൻ്റെ ഡിസൈന്, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ അവസ്ഥ, ഇതൊക്കെ പരിഗണിച്ച് മാത്രമേ ഉള്ളൂ ഒരു ഫൈനൽ എമൗണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു പ്ലെയിൻ റൂഫിൽ ചെയ്യുന്ന പോലെയല്ല ഒരു ഷീറ്റഡ് റൂഫിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൊക്കെ ചെയ്ത് എടുത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ കേബിളിൻ്റെ ലെങ്ത്, നമ്മൾ എർത്ത് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ മണ്ണിൻ്റെ പ്രോപ്പർട്ടി, നമുക്ക് അവിടെയുള്ള അതിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ AC കേബിളിൻ്റെ ലെങ്ത്. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള എക്സിസ്റ്റിംഗ് മീറ്റർ ബോക്സിൻ്റെ അടുത്ത് തന്നെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെയധികം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഒരുപാട് ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാനലുകളുടെ ബ്രാൻഡ്, ഇൻവെർട്ടറുകളുടെ ബ്രാൻഡ്, അത് വരുന്ന വാറണ്ടി, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സ്വിച്ച് ഗിയറുകൾ, വയറുകൾ, അവയുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ കണ്ടക്ടറുകൾ ഏതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫിക്സഡ് കോസ്റ്റ് പറയാൻ സാധിക്കത്തില്ല. ഏകദേശം ഉള്ളൊരു ചിലവാണ് മുൻപ് നമ്മൾ പറഞ്ഞത്. JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരുപാട് സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. സംശയങ്ങൾക്കും കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോയുമായിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.